നമ്മൾ ഇപ്പോഴത്തെ നമ്മളുടെ ഫുഡിൽ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോസസ്ഡ് ഫുഡ് എന്ന് പറയുമ്പം പ്രോസസ്സിങ് എല്ലാ ഫുഡിലും നമ്മൾ കുക്ക് ചെയ്യുന്നത് തന്നെ നമ്മൾ പ്രോസസ്സിങ് ആണ്. നാച്ചുറലി നമ്മൾ ഫ്രഷ് ഫ്രൂട്ടോ വെജിറ്റബിളോ എന്ത് കുക്ക് ചെയ്താലും നമ്മൾ കുറച്ചൊരു ന്യൂട്രീഷണൽ ലോസ് വരും. അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ഫുഡും നമ്മൾ റോ ആയിട്ട് കഴിച്ചാൽ അത് അബ്സോർബ് ചെയ്യണമൊന്നുമില്ല. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ബാലൻസിലാണ്. അപ്പം കുറച്ചൊക്കെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും ലീഫി വെജിറ്റബിൾസും ഒക്കെ കുറച്ചൊക്കെ നമ്മൾ സലാഡ്സൊക്കെ ആയിട്ട് എടുക്കുക, ബാക്കിയുള്ളത് കുക്ക് ചെയ്ത് കഴിക്കുക. കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് നമ്മളത് അബ്സോർഷൻ കുറച്ചുകൂടെ സ്മൂത്തറാകും. കുക്ക് ചെയ്തില്ലെങ്കിൽ അബ്സോർഷൻ, പ്രത്യേകിച്ച് പ്രോട്ടീൻ്റെയൊക്കെ അബ്സോർഷൻ, അത് പ്രോട്ടീന് തന്നെ ഒരു ടോക്സിസിറ്റി ഉണ്ടാകും. പല പൾസസും നമുക്ക് പയറുവർഗ്ഗങ്ങളൊക്കെ നമുക്ക് റോ ആയിട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും അതിൻ്റെ പ്രോട്ടീനൊന്നും അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ബാലൻസിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. പ്രോബയോട്ടിക്കും, അതായത് മൈക്രോബ്സും വേണം, അതേസമയത്ത് ഫൈബർ വേണം, വൈറ്റമിൻസൊക്കെ ന്യൂട്രീഷൻ കഴിച്ചാൽ മാത്രം പോരാ, അത് അബ്സോർബിൾ ഫോർമാറ്റ് ആവണം. അപ്പോൾ അതിന് വേണ്ട ഒരു പ്രത്യേക ഫോർമാറ്റിലാണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ഫുഡ് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാ ന്യൂട്രിയൻറ്റും കിട്ടണം. ടെസ്റ്റ് വഴി നോക്കുമ്പോൾ ഏതെങ്കിലും വൈറ്റമിൻസിനോ മിനറൽസിനോ ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് അഡീഷണൽ സപ്ലിമെൻറ്റ്സ് ആയിട്ട് അത് തന്നെ കൊടുക്കണം. പിന്നെ ഒരു കഴിയുന്നതും കംപ്ലീറ്റ് ആയിട്ട് എല്ലാ വൈറ്റമിൻസും മിനറൽസും എല്ലാം ഉള്ള ഒരു ഫുഡ് കൊടുക്കാനും. ഈ ഫുഡ് കൊടുത്താൽ മാത്രം പോരാ, ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രമായില്ല, അതിൽ ഏറ്റവും കളറും പ്രിസർവേറ്റീവ്സും കുറവാണ്. നമ്മളുടെ ഇന്നത്തെ ഫുഡിൻ്റെ പ്രോബ്ലം അതാണ്. അതിനകത്ത് ഈ പ്രോസസ്സിങ്ങിനകത്ത് നമ്മൾ ഷെൽഫ് ലൈഫിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എത്ര മാസം അത് കേടുകൂടാതെ ഇരിക്കുമെന്ന്. അതിനു വേണ്ടി നമ്മൾ ഇപ്പം ഈവൻ നമ്മൾ ശരിക്കും പറയും അച്ചാറൊക്കെ നല്ലതാണ്, പ്രോബയോട്ടിക് ഉണ്ട്, ഫെർമെൻറ്റഡ് ആണ്. പക്ഷേ അതിനകത്ത് ഈ ബാക്ടീരിയസിനെ എല്ലാം നശിപ്പിക്കുക. ഇന്നത്തെ നമ്മളുടെ അച്ചാർ നമ്മൾ കഴിച്ചിട്ട് കാര്യമില്ല, നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അച്ചാറാണെങ്കിൽ. കാരണം അതിനകത്ത് ഈ ആൻറ്റി ഫംഗൽ ഉണ്ടാകും, ആൻറ്റി ബാക്ടീരിയൽ ഉണ്ടാകും, എല്ലാ അണുക്കൾക്കും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ള ഫുഡായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഫുഡിനെ ഉണ്ടാക്കുന്നത്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.